എൻ്റെ പേര് അന്ന. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 12/10/2023 ഞാൻ ആദ്യം തന്നെ എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറയുകയാണ് എന്നെ ഇവിടെ എത്തിച്ചതിന്. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത് ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ്. ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പത്രം തന്നു. പക്ഷേ എന്താണതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആകെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ +2 കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഞാൻ അങ്ങനെ ജർമ്മൻ പഠിച്ച് എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എങ്കിലും ആ ഉടമ്പടി എനിക്ക് വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. എങ്കിലും ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലുള്ള ധ്യാനം എല്ലാ ദിവസവും ഞാൻ കേൾക്കുമായിരുന്നു. അച്ഛൻ്റെ ഓരോ ധ്യാനവും എനിക്ക് ഓരോ പാഠങ്ങളായിരുന്നു. അതുവഴി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും 14/11/2024 ഒന്നുകൂടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അങ്ങനെ ഞാൻ മാതാവിനോട് കുറച്ചുകൂടി അധികം ചേർന്ന് നിൽക്കാൻ സാധിച്ചു. എനിക്ക് ആദ്യമായി മാതാവിൻ്റെ അടയാളം ലഭിക്കുന്നത് ഞാൻ B2 എക്സാമിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ സ്പീക്കിങ്ങിന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴാണ്. ഞാൻ ഒരുപാട് ടോപ്പിക്സ് പഠിച്ച് ഞാൻ അവിടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. എങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലാത്ത ടോപ്പിക്കായിരുന്നു എനിക്ക് ലഭിച്ചത്. Aയും Bയും പാർട്ടുമായിട്ട് എനിക്ക് ആ ടോപ്പിക്ക് ലഭിച്ചു. ആ നിമിഷം എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. എങ്കിലും ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാമിന് കയറി. അവിടെ നിന്ന് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ മാതാവിനോടൊന്നും പറഞ്ഞിരുന്നില്ല. അതിനുശേഷം ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ വിശ്വാസം സത്യമാണെങ്കിൽ അമ്മ എന്നെ ഈ എക്സാമിന് പാസ്സാക്കണം. അത്ര മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നുള്ളൂ. എന്നിട്ട് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത്ഭുതം എന്ന് തന്നെ പറയാം, എന്നെ മാതാവ് സ്പീക്കിങ്ങിന് പാസ്സാക്കി. എന്നാൽ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്ത ഒരുപാട് കുട്ടികൾ അതിന് ഫെയിലാവുക ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ റൈറ്റിംഗ് എക്സാം 4 പ്രാവശ്യം ഞാൻ തോറ്റുപോയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഞാൻ എക്സാമിന് പോയപ്പോൾ എനിക്ക് കാശുരൂപം കയറ്റാൻ പറ്റിയില്ല. ഞാൻ 3ാമത്തെ പ്രാവശ്യം എക്സാമിന് കയറിയപ്പോൾ എന്ത് വന്നാലും ഞാൻ കാശുരൂപം കയറ്റുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ കാശുരൂപവുമായി ഞാൻ എക്സാം ഹാളിൽ കയറി. അങ്ങനെ എനിക്ക് ടോപ്പിക്ക് ലഭിച്ചപ്പോൾ അന്നും ഇതുപോലെ തന്നെ അറിയാത്ത ഒരു ടോപ്പിക്ക്, എനിക്കൊന്നും എഴുതാൻ ലഭിച്ചിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ കാശുരൂപം എടുത്ത ആ പേപ്പറിൽ കുരിശടയാളത്തിൽ കുരിശ് വരച്ച് ഞാൻ എന്തൊക്കെയോ എഴുതി ഞാൻ ആ പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്തു. എന്നാൽ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കാൻ പോലും തയ്യാറായില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തോൽക്കുമെന്ന്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു അവരൊക്കെ ഫെയിലായി. അപ്പോൾ എനിക്ക് കൂടുതൽ പേടിയായി അത് തുറന്ന് നോക്കുവാനായിട്ട്. എങ്കിലും സാരമില്ല, എൻ്റെ മാതാവ് എനിക്ക് എന്താണ് വിധിച്ചത് അതെനിക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കി. അത്ഭുതകരമായിട്ട് ഞാൻ അതിനും പാസ്സായി. ഇതോട് കൂടിയിട്ട് മാതാവ് എൻ്റെ വിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ B2 ഫുൾ മൊഡ്യൂൾ പാസ്സായി പ്രോസസ്സിങ്ങിന് കൊടുത്തു. അവിടെ മുതലാണ് ഒരു പക്ഷേ എനിക്ക് മാതാവിനോട് കൂടുതൽ അടുക്കുവാനും എനിക്ക് കുറേ തടസ്സങ്ങൾ ഉണ്ടാകുവാനുമായിട്ടുള്ള ആ സമയമായിരുന്നു. ഞാൻ ജൂണിലാണ് അവിടെ പ്രോസസ്സിങ്ങിന് കൊടുത്തത്. എൻ്റെ പ്രോസസ്സിങ് കൊടുത്തതിന് ശേഷം എൻ്റെ മുമ്പിൽ വന്ന ആദ്യത്തെ തടസ്സം എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ 2 പ്രാവശ്യം ഇൻ്റർവ്യൂ നടത്തിയെങ്കിലും എനിക്കതിന് പാസ്സാവാനായിട്ട് സാധിച്ചില്ല. 3ാമത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ച് തിരി കത്തിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സായി. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിൽ പാസ്സായ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ ഓരോ പേപ്പർ വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഓരോ തടസ്സങ്ങൾ എനിക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിലും ഉടമ്പടി എടുത്ത നിമിഷം മുതൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, എൻ്റെ കൂടെ എപ്പോഴും ആരോ ഉണ്ട്. ഒന്നല്ലെങ്കിൽ എൻ്റെ മുൻപിൽ അല്ലെങ്കിൽ പിറകിൽ. എന്ത് തടസ്സം വന്നാലും അത് മുന്നോട്ട് എനിക്ക് മാറ്റി തന്ന് നീക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ജൂണിൽ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടാൻ വളരെയധികം ലേറ്റായി. ഓഗസ്റ്റ് 13 എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത്. കോൺട്രാക്റ്റ് കിട്ടി വന്നപ്പോഴത്തേക്കും വിസ വെക്കാനുള്ള ഡേറ്റ് ഇല്ലാതെ ആയിപ്പോയി. പിന്നീട് എനിക്ക് വിസ വെക്കാൻ ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചെങ്കിലും മാതാവ് അവസാനം എൻ്റെ വാക്ക് കേട്ടു. അങ്ങനെ എനിക്ക് സെപ്റ്റംബർ 31 വിസ വെക്കാനുള്ള ഡേറ്റ് കിട്ടിയത്. പക്ഷേ എനിക്ക് ഒക്ടോബർ 1 അവിടെ ക്ലാസ് തുടങ്ങുമായിരുന്നു. ഈ സെപ്റ്റംബർ 31 വിസ വെക്കുന്ന സാഹചര്യത്താൽ ഏജൻസിയിൽ നിന്ന് പറഞ്ഞു, നീ 1 ലക്ഷം രൂപ തരണം. അത് തന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു പേപ്പർ തരാം. ആ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഉടനടി നിനക്ക് വിസ ലഭിക്കുമെന്ന് പറഞ്ഞു. ഞാനും വേറൊരു കുട്ടിയോടെയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും അങ്ങനെ പൈസ കൊടുത്തു.
വിസയ്ക്ക് കൊണ്ടുപോയി വെച്ചു. വിസ കൊണ്ടുപോയി വെച്ച് അവർ പറഞ്ഞതുപോലെ ഒക്ടോബർ 17 മുമ്പ് ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറണമായിരുന്നു. പക്ഷെ അതിനുള്ളിൽ എനിക്കും അവൾക്കും വിസ ലഭിച്ചില്ല. ഞാൻ എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് അവിടെ നടക്കുന്നതെന്നോ എനിക്ക് ഒട്ടും തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു അത്. എങ്കിലും ഞാൻ മാതാവിനോട് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് പുതുക്കിയിട്ട് കുറച്ചായിരുന്നു. ഞാൻ അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് വരാനുള്ളതും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലവും എനിക്ക് ഇങ്ങോട്ട് വരുവാൻ സാധിച്ചില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷ്യവും അടയാളവും ഞാൻ ഈ അൾത്താരയിൽ ഏറ്റുപറയുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. അതുപോലെ അങ്ങനെ ഞാൻ നവംബർ 14 ഞാൻ ഇവിടെ ഓൺലൈനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. നവംബർ 14 ഉടമ്പടി എടുത്ത 5-ാം ദിവസം എനിക്ക് പരിശുദ്ധ അമ്മ അതുവരെ ഡിസ്പാച്ച് ആവാണ്ടിരുന്ന വിസ ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് മെയിൽ വന്നു. എനിക്ക് 40 ദിവസമായിട്ടും എൻ്റെ വിസ ഒരനക്കവുമില്ലാതെ അവിടെ നിൽക്കുകയായിരുന്നു. ഒരു മെയിലോ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഏജൻസീനെ കോൺടാക്റ്റ് ചെയ്തു, എംബസീനെ കോൺടാക്റ്റ് ചെയ്തു. ആരും ഒന്നും തന്നെ പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്തതിൻ്റെ 5-ാം ദിവസം എനിക്ക് മാതാവ് എൻ്റെ വിസ ഡിസ്പാച്ച് ആക്കി തന്നു. എങ്കിലും എൻ്റെ വിസയിൽ ഞാൻ ഫോം ഫില്ല് ചെയ്ത് വെച്ചതിൽ ഒരുപാട് കറക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ വിസ റിജക്ഷൻ ആവുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വിസ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിരുന്നത്. പക്ഷേ എനിക്ക് വിസ കിട്ടിയപ്പോൾ മാതാവ് അത് വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് റിജക്ഷൻ ഒന്നും കൂടാതെ എനിക്കത് തന്നു. എങ്കിലും എനിക്ക് ഒക്ടോബറിലേക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. എൻ്റെ ഇൻടേക്ക് വീണ്ടും അവർ ഏപ്രിലേക്ക് നീട്ടിവെച്ചു. അവർ പറഞ്ഞു എനിക്ക് കോൺട്രാക്റ്റ് തരാമെന്ന്. അങ്ങനെ കോൺട്രാക്റ്റ് എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് കൊടുത്തിട്ടും എനിക്ക് തരുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഞാൻ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനോ ഒന്നിനും ഞാൻ പോയിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായി രോഗികളെ കാണാനായിട്ട് പോയി. അവരെ പോയി കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഞാൻ രോഗികളെ കാണാൻ പോയി 3-ാം ദിവസം എനിക്ക് ഏജൻസിയിൽ നിന്ന് ഞാൻ പോലും ഒന്നും പറയാതെ അവരെനിക്ക് കോൺട്രാക്റ്റ് അയച്ചു തരികയാണ് ചെയ്തത്. ജനുവരി ആയിട്ടേ നിനക്ക് കോൺട്രാക്റ്റ് തരികയുള്ളൂ എന്ന് പറഞ്ഞവർ ഡിസംബറിൽ തന്നെ എനിക്ക് ആ കോൺട്രാക്റ്റ് തരാനിടയായി. അവസാനമായിട്ട് മാതാവ് എനിക്ക് ഒരു പരീക്ഷണം കൂടി തന്നു. ആ പരീക്ഷണത്തിലാണ് ഒരു പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് പോലും. കാരണം ഞാൻ ഇത്രയും നാൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞുവെന്ന് സമാധാനിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് വിസയിൽ കറക്ഷനുണ്ട്, നീ അത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഒരു കാരണവശാലും ജർമ്മനിയിലേക്ക് വരാൻ പറ്റുകയില്ല എന്ന് അവരെന്നോട് പറയുകയുണ്ടായി. എൻ്റെ സാഹചര്യം അന്ന് വളരെ മോശമായിരുന്നു. ഇനി ഒന്നുകൂടെ വിസയ്ക്ക് വയ്ക്കുവാനോ അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ വിസ നോക്കിയിരിക്കാനുള്ള സമയമോ സാമ്പത്തികമോ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് ആദ്യമായി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഈ തടസ്സം മാറ്റിത്തരണം. ഞാൻ ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ സത്യത്തിന് സാക്ഷിയാവാൻ ഞാൻ വരും, ഞാൻ തീർച്ചയായും വരും. ഞാൻ ഇവിടെ അമ്മയുടെ അടയാളം ഞാൻ ഏറ്റുപറയുക തന്നെ ചെയ്യും. എൻ്റെ ഈ ആഗ്രഹം അമ്മ സാധിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ എൻ്റെ ആ തടസ്സം മാറ്റി തന്നു. എന്നോട് ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്നൊന്നും ചെയ്യണ്ട, നമുക്ക് ജർമ്മനിയിൽ തന്നെ എല്ലാം ശരിയാക്കാമെന്ന്. അവർക്ക് തന്നെ അതൊരു അത്ഭുതമാണെന്ന് അവരെന്നോട് പല ആവർത്തി പറയുകയുണ്ടായി. ഇങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ വിശ്വാസം അധികം വർദ്ധിച്ചത് ഈ ഒരു എൻ്റെ വിസയിലുള്ള കറക്ഷൻ കാരണം തന്നെയാണ്. ഒരു പക്ഷേ മാതാവ് തന്നെയായിരിക്കും എൻ്റെ ഒക്ടോബർ ഇൻടേക്ക് ഏപ്രിൽ ഇൻടേക്കിലേക്ക് മാറ്റിയതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ മാതാവുമായിട്ട് കൂടുതൽ അടുത്തതും ഇവിടെ സാക്ഷ്യം പറയാൻ വരണം എന്നുമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏപ്രിൽ ഇൻടേക്കിൽ തന്നെ വരണമായിരുന്നു. എന്നെ മാതാവിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും അമ്മയിലേക്ക് കൂടുതൽ വിശ്വാസത്തിൽ ഉയർത്തിയതും എന്നെ കൃപാസനമാണ്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും നാൾ പ്രാർത്ഥിച്ചിരുന്നതും. എന്നാൽ കൃപാസനം എന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നും പഠിപ്പിച്ചു. എന്നെ ഈ നിലയിൽ എത്തിക്കുകയും അതുപോലെ തന്നെ എനിക്ക് ജർമ്മനിയിൽ പോകാൻ എല്ലാ അവസരം നൽകിയ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപോലെ നന്ദി പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. 5 താലന്ത് കിട്ടിയവനെ 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. നമ്മുടെ യജമാനനായ ഈശോയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ
പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്ന വലിയ ജീവിതാനുഭവങ്ങളും നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളുടെയും ഒരു നിരയാണ് നാം സാക്ഷ്യങ്ങളിലൂടെ, പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളിലൂടെ അൾത്താരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്നയ്ക്ക് പറയാനുള്ളതും അതുതന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നത് ഒരു ജർമ്മൻ വിസയ്ക്ക് വേണ്ടിയായിരുന്നു. പല പ്രാവശ്യം തോറ്റുപോയി. ജർമ്മൻ എക്സാം ഇന്ന് ഈ മകൾ പാസ്സായി നിൽക്കുന്നത് കൃത്യമായും നോട്ട് ബൈ മെറിറ്റ്, എനിക്ക് യാതൊരു യോഗ്യതകളുമില്ല, ഞാനൊരു ബിഗ് സീറോ ആയി എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിലാണ് ഈശോ കൃപ നിറച്ച് ഈ മകൾക്ക് വലിയ ഒരു അനുഗ്രഹം നൽകിയിരിക്കുന്നത്. ഈശോ നൽകിയിട്ടുള്ളൊരു കൃപയാണ് ഇപ്പോൾ ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ ഈ മകളെ സഹായിക്കുന്നത്. അന്നയ്ക്കുള്ളത് ആകെ ഉടമ്പടിയുടെ ഒരു ഉറപ്പ് മാത്രമാണ്. കാരണം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്ന ഓരോ നിമിഷങ്ങളിലും അടയാളങ്ങളിലൂടെയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലൂടെയും ഈ മകൾക്ക് കൃത്യമായി പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ മകൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ മകൾക്ക് ലഭിച്ച ഇൻസൾട്ട്, ഈ മകളെക്കുറിച്ച് ഒരുപാട് പേർ കളിയാക്കുകയും നീ തോറ്റുപോയി, അല്ലെങ്കിൽ നീ ജർമ്മനി കാണുകയില്ല, അല്ലെങ്കിൽ നിനക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയില്ല, നിനക്ക് വിസയിൽ കറക്ഷൻ വന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇന്ന് അതെല്ലാം ഈശോയുടെ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ മകൾക്ക് വലിയൊരു അനുഗ്രഹം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഉടമ്പടിയുടെ ആധാരമെന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമാണ്. ഉടമ്പടി വാഗ്ദാനം, ഭൗതികതയിൽ മാറ്റം വരുത്താത്തവർക്ക് വാഗ്ദാനം പ്രാപിക്കുക സാധ്യമല്ല. നമുക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഇൻസെൻറ്റീവായി നമുക്ക് എന്തെങ്കിലുമെല്ലാം അനുഗ്രഹങ്ങൾ ആദ്യത്തെ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കും. പക്ഷേ നമുക്കതിൽ ഉടമ്പടി എപ്പോഴും പുതുക്കിക്കൊണ്ട് നമ്മുടെ ആ സ്നേഹം എപ്പോഴും ശാശ്വതമാണ് എന്ന് നാം ഏറ്റുപറയുമ്പോൾ മാത്രമേ, മനുഷ്യരുടെ മുൻപിൽ ഏറ്റുപറയുമ്പോൾ മാത്രമേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഈശോ നമ്മെക്കുറിച്ച് ഏറ്റുപറയുകയുള്ളൂ. ഉടമ്പടി കർത്താവിനെ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് ഇന്ന് അന്നയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള സെപ്പറേറ്റ് ചെയ്യാനാവാത്ത വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ ആർക്കും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല, മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയ ഉറപ്പോടുകൂടിയാണ് ഇന്ന് അന്ന ജർമ്മനിയിലേക്ക് പോകുന്നത്. അന്നയെപ്പോലെ വിസ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് മക്കൾ ഇന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അന്നയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.